നീ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ട് വേണം എനിക്ക് നിന്റെ സൈഡിൽ ഇരുന്നിട്ട് റോട്ടിൽ കൂടെ യാത്ര ചെയ്യാൻ കേട്ടാ. പറ്റുമോ? അത് എന്തെങ്കിലും ഒരു ദിവസം പറ്റുമോ? എന്തെങ്കിലും ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസം വേണം? ഞാൻ പോണേക്കെ മുന്നേ. അപ്പൊ നമ്മൾ 4ാമത്തെ ദിവസത്തെ ക്ലാസ് തുടങ്ങാൻ പോകണേട്ടാ. പെട്ടെന്നെ പെടാ. നീ വണ്ടി എടുക്കണ മുന്നേ സ്റ്റിയറിംഗ് ഒന്ന് ഫുൾ അങ്ങോട്ട് ഓടിച്ചേ. സ്പീഡിലിട്ടാ. ഇനി ഇങ്ങോട്ട് ഓടിച്ചാൽ പോലെ ഒറ്റ കൈണ്ടല്ല 2 കൈണ്ട് ഫുൾ ഓടിച്ചാ. മറ്റേ അങ്ങോട്ട് ഫുൾ ഓടിച്ചേ. ഒന്നുകൂടി ഇങ്ങോട്ട് ഫുൾ ഓടിച്ചേ. ഓക്കെ അല്ലേ? അത്ര സ്പീഡ് കിട്ടില്ലേ? ഇനി ഫസ്റ്റ് ഗിയറിലിക്കട്ടെ. സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫസ്റ്റ്. ഞാനൊരു സ്ഥലം വരെ പോയിട്ട് ഇപ്പോൾ വരാം. അതുവരെ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കട്ടാ. എടുത്തോ. തുടക്കം തന്നെ നല്ല രസമുണ്ട്. നീ ക്യാമറയിൽ ശ്രദ്ധിക്കാണ്ട് ചുറ്റും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായി. നല്ല ഡ്രൈവറെ പുറത്തിരിക്കുമ്പോൾ എന്തിനാ പേടിക്കുന്നത്? ശരിയാണ്, എനിക്ക് അറിയത്. പക്ഷെ കാര്യങ്ങൾ നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണല്ലോ. അത് നമുക്ക് തേർഡില് പഠിച്ചാലോ? തേർഡില് പഠിക്കാം. നമുക്ക് പഠിക്കാണ്ട്. അല്ല വലിയ പോട്ടെ. കൺട്രോൾ കിട്ടില്ലെങ്കിൽ ഇറക്ക ബ്രേക്ക് പിടിക്കാം. ഓഫ് ആക്കണ്ട. ഓക്കെ, ഡൗൺ ചെയ്യേ. ഡൗൺ ചെയ്യാനുള്ള ആവശ്യമുണ്ടോ? കുറച്ചേരം തേർഡിലെ പഠിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. കൺട്രോൾ ആയിട്ടില്ലപ്പോ. വണ്ടി ഓടിക്കുമ്പോൾ പറയാന്ന് വെച്ചാല് എന്റെ പ്രശ്നം എന്താ വെച്ചിട്ടാ, ചേട്ടനുള്ളപ്പോ എനിക്ക് അസല് പേടി. ആരില്ല ഇപ്പൊ ചേട്ടില്ല. പേടിന്ന് വെച്ചാ ചേട്ടൻ ചീത്ത പറയണ്ടെന്ന് എനിക്ക് പേടിയില്ല. പക്ഷെ ഒരു പേടിയായിട്ടുള്ളപ്പോ ടെൻഷനാ. ഇപ്പൊ നമുക്ക് ചേട്ടൻ വേണ്ടെന്നല്ല ഞാൻ പറയണേ. ചേട്ടൻ ഇങ്ങനെ റീസ് ആവുമല്ലോ, അപ്പൊ എനിക്ക് ടെൻഷൻ കയറും. അപ്പൊ പിന്നെ ഞാൻ ടെൻഷൻ കയറി കഴിഞ്ഞാ സീൻ എന്താന്ന് വെച്ചാ വണ്ടി ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതാണ് എന്റെ ഒരു സീൻ. ചേട്ടന്റെ അടുത്ത് പറഞ്ഞ ചീത്ത പറയല്ല, ഇഷ്ടപ്പെടില്ല. അത്രേ. അപ്പൊ ചേട്ടൻ അപ്പുറത്തിരുന്ന് പറയുമ്പോഴേ ചിലപ്പോ എനിക്ക് പേടി കൂടുതലാവും. ആ റൗണ്ട് തിരിഞ്ഞു വരുമ്പോ നമുക്ക് ഡൗൺ ആക്കിട്ട് പേടിക്കണ്ട കുട്ടി. പേടിക്കണ്ട കുട്ടി. പക്ഷെ മാനേജ് ചെയ്യുന്നില്ലേ? ഇനി നമുക്ക് ഒന്ന് ഡൗൺ ആക്കാം. ഫോർത്തിനല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനൊന്നും ഇല്ലേട്ടാ. ഈ കുറ്റിയും കൊണ്ട് പോയേ തട്ടില്ലല്ലോ. തട്ടില്ല. സ്പീഡ് കുറച്ച് കൂടുണ്ടല്ലോ. അത് തേടില്ല. എടുക്കണ സെക്കൻഡിലല്ലോ എന്നിട്ട് എന്തെങ്കിലും ആവട്ടെ. ആൾക്കാരില്ലേ ഇതിലേക്ക് ഇരുന്ന് തേടില്ല ഞാൻ ഉദ്ദേശിച്ചത്. തേടിക്ക് വീടില്ലേ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്. ഒന്ന് സ്ലോ ആക്കിയാ എങ്ങനെടുത്ത് പോകാൻ പറ്റുന്നുള്ളൂ. പേടിയാണോ? അവര് പൊക്കട്ടെ. ചേട്ടൻ വന്നിട്ടില്ലേ? ആരെങ്കിലും പോണ് കാണുമ്പോ വണ്ടി നിർത്താൻ നീ പേടിക്കണ്ടോ? ഫസ്റ്റ് തന്നെയല്ലേ? ഫസ്റ്റ് തന്നെയായിരുന്നു. അതൊക്കെ ഒരു ഓഫായി. കഴിഞ്ഞു. ഓരോ ദിവസം നമ്മളിങ്ങനെ കുറച്ച് കൊണ്ടുവരണം. ഒന്നും കേട്ടല്ലോ ഫൈറ്റിലോ ചേട്ടല്ലോ ഓഫായ. അതാ ചക്കാണ് വേണം നിർത്തിയപ്പോ ഓഫായതാ. ജസ്റ്റ് ടു മച്ച്. നമ്മൾ വരും. എന്താ വൈകി നമ്മൾ നീ വഴിപ്പടിയാണ് പോകുന്നത്. എന്നിട്ട് നമ്മൾ ആ വഴിപ്പട കയറും. കൊച്ചു നീ വഴിപ്പട കയറുമ്പോ പേടിയാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ വഴിപ്പട കയറുമ്പോ നമുക്ക് ഈ വഴിപ്പട പോവാം ഗൈസ്. ഫുൾ കോൺഫിഡന്റ് ആയിട്ടുള്ള വർത്താനാണ് ഇപ്പോ. ഭർത്താവ് കൂടി ഉണ്ട്. ഭർത്താവ് കൂടി ഉണ്ടാവുമ്പോ ഭാര്യമാർക്ക്
ഭാര്യമാർക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചോണ്ടിരിക്കല്ലേ, അപ്പൊ ചേട്ടനാണെങ്കിൽ അതെ ഞാൻ പറയുന്നത് പറഞ്ഞു തരുന്ന കേക്ക്. ചേട്ടനാണെങ്കിൽ വണ്ടി ഭയങ്കര ഇതില് കൊണ്ട് നടക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്, തട്ടെല്ലാം മുട്ടിലൊന്നും ഉണ്ടാവരുത് എന്ന്. ഞാൻ വണ്ടി ഓടിക്കുമ്പോ തട്ടിക്കഴിഞ്ഞാ അന്ന് തട്ടിയില്ലേ, തട്ടാൻ പോയപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ അന്നൊക്കെ ഈ ക്ലച്ചിന്റെ പരിപാടി അങ്ങോട്ട് പിടുത്തം കിട്ടി കൊടുന്നില്ലേ. ബെറ്റർ ആണ്, ഞാൻ പെർഫെക്റ്റ് ആയിന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ ബെറ്റർ ആണ്. ഇപ്പൊ 4ാമത്തെ ദിവസം ക്ലാസ് അല്ലേ? എന്താണ് ഇപ്പൊ വണ്ടി ഓടിക്കാൻ ഏകദേശം സെറ്റായി വരുന്നു. ഫസ്റ്റിലും സെക്കൻഡിലും ആണെന്ന് വെച്ചാൽ തേർഡിലും. നമുക്ക് റോട്ടിക്ക് ഇറക്കിയാ ഓടിക്കാൻ പറ്റുമോ? റോട്ടിക്ക് ഇറക്കിയ വലിയ തിരക്കില്ലെങ്കിൽ നമുക്കൊരു നോക്കാം. തിരക്കുള്ള റോഡാകുമ്പോ ഒരു പേടി പോലെ ഉണ്ടാവണല്ലോ. പേടി ഹാൻഡ് ബ്രേക്കിലും കൂടി ഒന്ന് കൈ വെച്ചു. കാണാനൊക്കെ ഉണ്ട്, തട്ടാടനല്ലേ പോണേ. അതുമല്ല ഇത് കുട്ടികള് ഒരു അളവിനൊക്കെ അനുസരിച്ച് കുത്തി വെച്ചിട്ടുള്ളതാവും. മഞ്ഞാണെങ്കിൽ നീ ഒന്നും ചെയ്യണ്ട, കരിങ്കല്ലാണെങ്കിൽ നീ എന്തെങ്കിലും ചെയ്തോ. അത് എനിക്ക് അറിഞ്ഞോടങ്ങി. വണ്ടി ഓടിക്കാൻ വന്നിട്ട് നേരെ എടുത്ത് നോക്കിട്ട് ആ കുട്ടി കിടക്കുന്ന തട്ടാത്ത രീതിയില് തട്ടിയില്ലല്ലോ. നല്ലതാ സനിവേട്ടൻ പറഞ്ഞ പോലെ കൈ വെക്കണതല്ലേ. കൈ അതിൽ വെക്കണത് ഇപ്പൊ ആക്ച്വലി ഏത് ഗിയറിലൊക്കെ ഫസ്റ്റിലല്ലേ? ഫസ്റ്റല്ല, കുട്ടിയെ തേടില്ല എടുക്കണേ. നീ കുറച്ച് സ്പീഡ് കൂടും, നീ പേടിക്കൊന്നും വേണ്ട. കുട്ടി കാണാണ്ടോന്നാല് കുട്ടി കാണാണ്ടാ, എനിക്ക് പേടിയുണ്ട് ചേച്ചി ഓടിക്കാണുമ്പോ. അത് നീ എന്റെ കൂടെ ഇരിക്കുന്നേ. നീ ഹാൻഡ് ബ്രേക്കിലേക്ക് വെച്ചോ, ഞാൻ കണ്ടിട്ട് നീ ഓടിക്കണേ. നീ ഇപ്പത്തെ 18, 20 ഇപ്പൊ നമ്മൾ സെക്കൻഡ് ഗിയറിലല്ലേ ചേട്ടത്തിയാ. എന്നാ നമുക്ക് സെക്കൻഡ് ഗിയറിൽ ഓടിക്കണ്ട. ചേട്ടനെ കണ്ട സന്തോഷത്തെ വണ്ടി നിർത്തിയെന്ന് പറഞ്ഞത്. ഞാൻ പോയ ഗ്യാപ്പിൽ എന്തോ ഓടിച്ചു, കൊറേ റൗണ്ട് ഓടിച്ചോ. റിവേഴ്സ് വെച്ചാ റിവേഴ്സ് വെച്ചു, പക്ഷെ ആലോചിച്ചു പിന്നെ റിസ്ക് എടുക്കണ്ട വിചാരിച്ചു. സെക്കൻഡില് തേർഡിൽ വെച്ചാ തേർഡിൽ ഓടിച്ചു. പിന്നെ അവന് ഭയങ്കര പേടിയായി. നാണണ്ടാ നമുക്ക് പേടിച്ചിട്ടിരിക്കാൻ. ഞാനൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ ധൈര്യത്തോടെ. നമുക്ക് നമുക്ക് ഒരു 2 റൗണ്ട് കൂടി ഉണ്ടോ? തേർഡിൽ പോണ്ടാ, ഞാൻ സ്ലോ ആയിക്കോളും. സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാം, സ്പീഡിനനുസരിച്ച് ഗിയർ ഡൗൺ ചെയ്ത് പഠിച്ചോ. ഓഫ് ചെയ്തു. ഈ വഴിയിലേക്കാക്കി നിർത്തിക്കോട്ടെ. അവിടെ ആള് പോട്ടോ, വണ്ടി നിർത്ത്. നീ വഴിയിലേക്ക് വണ്ടി നിർത്തി. തോന്നിയ ഗിയറിൽ വണ്ടി എടുക്കരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിടിച്ച് പണിക്കരുത് ഞാൻ പറയില്ല കേട്ടാ. നീ കൺട്രോൾ ചെയ്യണം. ബാക്കിലേക്കാണ് പോണത്, അപ്പൊ നീ സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നോക്കി എങ്ങനെയാണ് തിരിയേണ്ടതെന്ന്. സ്പീഡ് കൂടുണ്ടെങ്കിൽ ക്ലച്ച് ചവിട്ടി കൊടുത്താൽ മതി. തിരിച്ചടിക്ക്. പോട്ടെ, നീ നേരെയൊക്കെ വണ്ടി പോട്ടെ. സ്റ്റിയറിംഗ് വിട്ട് നേരെയാക്കാനാ പറഞ്ഞേ. ഞാൻ അങ്ങനെ പോകും. നീ വണ്ടി ഇങ്ങോട്ട് പോകുമ്പോൾ സ്റ്റിയറിംഗ് അങ്ങോട്ട് ഓടിക്കുക. റിവേഴ്സാണ് പോണത്, നേരെ ഓപ്പോസിറ്റാണ് ഓടി വരേണ്ടത്. പതുക്കെ പോയാൽ മതി. ഏത് രീതിയിൽ പതുക്കെ പോയി കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ പോട്ടെ. ആ സൈഡിൽ സ്ഥലമുണ്ട്, വണ്ടി നിർത്തിക്കോ. ഇനി ഇതേപോലെ റോഡും വണ്ടി തമ്മിൽ യാതൊരു ബന്ധമില്ല. എന്നാലും ഇതേപോലെ ഈ റോഡിന്റെ ഷേപ്പിൽ തന്നെ നീ അതൊരു പോയി. ഇത് റോഡാന്ന് വിചാരിച്ചോ, ഈ 2 സൈഡിൽ പുല്ലാണത് മതിലാന്ന് വിചാരിച്ചോ. അപ്പൊ അങ്ങനെ റോഡാ, അപ്പൊ ആ റോഡ് കൂടെ നീ അറ്റം വരത്ത് പോയേ. ഓരോ മാറിക്കോളും. ജീവൻ വേണമെങ്കിൽ മാറിക്കോ. ഞാൻ പറയുമ്പോൾ നിർത്തണം കേട്ടോ. പോട്ടെ, അവര് മാറിക്കോളും. നീ ആ വഴി പിന്നെ പിടിച്ചു നോക്കാം. പതുക്കെ പോയാൽ മതി, പതുക്കെ. വണ്ടി നിർത്ത്. മാറിയേട്ടാ, ഞങ്ങൾ വണ്ടി ഓടിച്ച് പഠിക്കുന്ന കാണുന്നില്ലേ ഗ്രൗണ്ടിലാ വർത്താനം. എന്നാ കുറച്ചുകൂടി ഫ്രണ്ട് എടുക്കണം. ബാക്ക് എടുത്തോ. വഴി അങ്ങനെ റൗണ്ട് ചെയ്ത് കറക്റ്റായിട്ട് വെക്കണം. ഇങ്ങോട്ട് അങ്ങനെ പോട്ടെ. പതുക്കെ പോയാൽ മതി. സ്പീഡ് കൂടുമ്പോൾ ക്ലച്ച് ചവിട്ടി കൊടുത്താൽ സ്പീഡ് കുറഞ്ഞോളും. നിങ്ങളല്ല സ്പീഡ് കൂടുന്നുണ്ട്, ക്ലച്ച് ചവിട്ടാൻ പറഞ്ഞിട്ട് സ്പീഡ് കൂടി കഴിഞ്ഞാൽ നമുക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതാണ് സ്പീഡ് കൂട്ടണതും നീ തന്നെ.
വണ്ടിയൊക്കെ പോയിട്ടാ, വഴിന്ന് പോയി. നിർത്ത്, വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്. വണ്ടി എടുത്തോ. ഇന്നിപ്പോ ഒരു 5-8 പ്രാവശ്യം ഓഫ് ഉണ്ടാവൂല. എന്തുട്ടാ കാണിക്കണ്? പിന്നെന്താ വണ്ടി ഓഫ് ആവണ്? വണ്ടിക്ക് എന്നോട് ഒരു ദേഷ്യം ഉണ്ടാ? നീ ഒരു ഡ്രൈവർ ആവേണ്ടതാ, ഒരു ബോധം കാണിക്കേ. വണ്ടി ഇപ്പൊ 1 തവണ ഓഫായി, 2 തവണ ഓഫായി, അപ്പോഴും മനസ്സിലാവണില്ല എന്ത് കാരണം ഓഫ് ആവണമെന്ന്. വണ്ടി വഴി നിന്നൊക്കെ പോയി. എന്താ റോഡ്? നീ ഇപ്പൊ വന്നിട്ട് ഇവിടെ മനസ്സിലായില്ലേ? അത് മനസ്സിലായില്ലേ? അപ്പൊ തിരിച്ചു കൊടുക്ക്. അത് കുറച്ച് വണ്ടി എടുക്ക്, നിർത്തിരിക്കേ. ഇനി ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ പോകാനാ കിലോമീറ്ററോളം? എനിക്കറിയില്ല, വണ്ടി ഇങ്ങനെ മറിച്ചിടാൻ പറ്റും. നിനക്കിപ്പോ പോണാ? നിനക്കിപ്പോ പോണല്ലേ? നീ പഠിക്കലൊന്നും ഉണ്ടാവില്ല, അതൊക്കെ വെറുതെ ഉള്ള എന്റെ ഓരോ പ്രതീക്ഷകളാ. അതുപോലെ വണ്ടി റിവേഴ്സ് വെച്ചിട്ട് അവിടെ കൊണ്ടായിട്ടോ, എവിടുന്ന വണ്ടി എടുത്ത് അവിടെ കൊണ്ടായിട്ടോ. പഠിപ്പ് കൂടിയതിന്റെ ചെറിയൊരു കുഴപ്പം ഉണ്ട്. റിവേഴ്സ് വെക്കുന്ന സ്ഥലം അവിടെ എന്തെങ്കിലും നോക്കിട്ടാണോ വെറുതെ പൊട്ടന്മാരുടെ പോലെ ഓരോന്ന് ചെയ്യാ? നന്നോട് ചോദിക്കണേ എന്തുട്ടാ എന്തുട്ടാ? എന്തെങ്കിലും ചെയ്യേ. വണ്ടി അവിടെ കൊണ്ടുപോയിടണം. അതിനെന്താ ചെയ്തോ? അവിടെ 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 നീ റിവേഴ്സ് എടുക്കുക, ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു തന്നില്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാനുള്ളൊരു ബോധമൊന്നുമില്ല. റിവേഴ്സ് എടുക്ക്. നിങ്ങൾ ഓടിക്കേ, ഓടിക്കേ. ആ വഴിയുടെ നേരെ കഴിഞ്ഞ് നിർത്തിക്കോ. നേരെ ആയാ എടുത്തെടുത്ത് എങ്ങനെയും പോവാം. റിവേഴ്സ് ഇടുമ്പോൾ ഒരു സ്ഥലത്തേക്ക് മാത്രം നോക്കരുത്. അതാണ് നോക്കേണ്ട സ്ഥലം മെയിനായിട്ട്. അവിടെ സ്ഥലം ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കണം. ഫുള്ള് തിരിഞ്ഞ് പോയില്ലാട്ടാ, ഒന്ന് റിവേഴ്സ് ആക്കിയിട്ട് ചിലപ്പോൾ നീ ക്ലച്ച് ചവിട്ടി എടുത്തിട്ട് ഓപ്പോസിറ്റ് ചെറിയ തിരിച്ചേ ഫുള്ള് ഇരിക്കേ. ക്ലച്ച് കൂടി ചവിട്ടില്ല, ബ്രേക്ക് നേരം എടുക്കുക. തന്നെ പോണില്ലേ വണ്ടി? ഇല്ല, അപ്പോൾ റിവേഴ്സ് ഇട്ടോ. നീ നോക്കണം, കണ്ണാടിക്കാൻ എൻ്റെ കയ്യിലാ. അല്ലെങ്കിൽ ആ സൈഡിലേക്ക് തള്ളിയിട്ട് കഴിഞ്ഞാൽ റോഡ് കാണാൻ പറ്റും. അവിടെ സ്ഥലം ഉണ്ടാ? അവിടെ സ്ഥലം ഉണ്ടാ? എന്ത് സ്ഥലം? വണ്ടിയുടെ ബാക്ക് ടയർ കിടക്കുന്ന സ്ഥലം ഉണ്ടാ? ഇല്ലല്ലേ? ഇവിടെ സ്ഥലം ഉണ്ടാ? ഇവിടെ നോക്കിയാ ചെറിയ മരം നോക്കിയൊക്കെ സ്ഥലം ഉണ്ടാ? ഇത് നോക്കിയൊക്കെ ഇല്ല, കുഴപ്പമില്ല, തട്ടിയിട്ടൊന്നുമില്ല. ഫസ്റ്റ് ആയിട്ട് അങ്ങ് എടുത്തോ. ഇതൊക്കെ എവിടെയില്ല ചെറിയ കണ്ടോ ഓടിക്കറേ. വണ്ടി ഇങ്ങോട്ട് ഫ്രണ്ട് തിരിഞ്ഞു തരണ്ടേ? നിർത്ത്, നീ ഫ്രണ്ട് ഇങ്ങോട്ട് എടുക്ക്. സ്റ്റിയറിംഗ് കൂടെ ഒടിച്ചു വെച്ചൂടെ ആദ്യം. വണ്ടി അങ്ങോട്ട് പോയി ഓടിക്കാൻ നിൽക്കണ. ആ സ്കൂട്ടിയുടെ ബാക്കിലോട്ട് നിർത്തിക്കോ. പഠിച്ചൊക്കെ മറന്നു. ഇന്ന് എത്ര തവണ വണ്ടി ഓഫാക്കിയേ? ആ വണ്ടി ഞാൻ അവളെ ഓടിക്കാൻ പഠിപ്പിച്ചതാ. സൈക്കിൾ ചവിട്ട് മാത്രം പഠിച്ചു തന്നതാണ്. ആ വണ്ടി ഞാൻ ഓടിക്കാൻ പഠിപ്പിക്കുമ്പോൾ ഇതേപോലെ ചീത്ത പറഞ്ഞിട്ട് അവള് വണ്ടി വഴിയിൽ നിർത്തിയിട്ട് പോയിട്ടുണ്ട്. ബാക്കിൽ കാറുകാരും ഒന്ന് ഹോൺ അടിച്ചു. വീട്ടില് ഞാന് പറയണ്ട, വണ്ടി നിർത്തി അവള് റോട്ടിൽ വണ്ടി നിർത്തിയിട്ട് അവള് ഇറങ്ങിയിട്ട് സൈഡിക്കാൻ നിന്നു. ഞാൻ എന്നിട്ട് ചെയ്യാ, കൊണ്ടുവരാണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരാണ്ട് വരാനും പറ്റില്ലല്ലോ. ഒന്നും വണ്ടിയിലേക്ക് ദേഷ്യമൊക്കെ വന്നു. ഉണ്ടാണ്ട് ഞങ്ങൾ കൊണ്ടുവന്നു. പിന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യം പോലെ എനിക്ക് ഞാൻ കണ്ടതുകൊണ്ട് പഠിപ്പിച്ചെടുത്തു. മറ്റുള്ളതൊക്കെ പഠിക്കണമെങ്കിൽ എന്തോരം സമയം വേണിച്ചിട്ടാ. എന്തെങ്കിലും ആവട്ടെ. അപ്പം ഇവിടെ 4ാമത്തെ ക്ലാസ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് ഞാൻ കുറച്ച് റിവേഴ്സ് എടുക്കാൻ പഠിപ്പിച്ചു. അതിലാണ് മൂപ്പർക്ക് ചതി പറ്റിയത്. വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓഫായി. റിവേഴ്സിനൊരു കൺട്രോൾ കിട്ടിയിട്ടില്ല. റെഡിയാവും, 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ റെഡിയാവും. ഇപ്പൊ ഇന്ന് 3rd ഗിയറിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇനി 5ാമത്തെ ക്ലാസ്സിൽ കാണാം.